So good afternoon all. Today's portion is more graphs and plot. ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് stem leaf plot. In a stem and leaf plot, each numbers is separated into a stem and a leaf. ഒരു 58 ആണ് നമ്പർ എങ്കിൽ if we have the number is 58, then 5 is the stem, ഏറ്റവും ലെഫ്റ്റ് എൻട്രി, and 58 അല്ലേ പറഞ്ഞേ, 8 is the leaf. 58 8 ലീഫും 5 സ്റ്റെമും. So a stem and leaf plot is similar to a histogram. ഹിസ്റ്റോഗ്രാമിലാണെങ്കിൽ നമ്മളൊരു ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ ഇപ്പോൾ 50 to 58 ആ ഒരു 50 to 60 51 to 60 ആ ഒരു റേഞ്ചിലുള്ള എല്ലാമാണ് നമ്മൾ ഹിസ്റ്റോഗ്രാമിൽ മാർക്ക് ചെയ്യണത്. ഇവിടെ ഓരോ പോയിന്റുകളും വരും. ഗ്രാഫല്ല, ജസ്റ്റ് അത് പ്ലോട്ട് ചെയ്യണുള്ളൂ, ജസ്റ്റ് അത് എഴുതുന്നുള്ളൂ. A stem is similar to a histogram but has advantage that the graph still contains the original data. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വാല്യൂസ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഹിസ്റ്റോഗ്രാമിൽ നമുക്ക് പിന്നെ വാല്യൂസ് ഏതാണെന്ന് അറിയാൻ പറ്റില്ല, തിരിച്ചു പോകാൻ പറ്റില്ല. Another advantage of a stem leaf plot is that it provides an easy way to sort data. ഈസി ആയിട്ട് സോർട്ട് ചെയ്യാം. So first problem is the data set lists the number of text messages sent last week by the cell phone users on one floor of a college dormitory. Display the data in a stem and leaf plot. Describe any patterns. കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്പർ ഈസ് 155, സെക്കൻഡ് നമ്പർ 159, 144, 129, 105, 145, 126, 116, 130, 114, 122, 112, 112, 142, 126, 118, 118, 108, 122, 121, 109, 140, 126, 119, 113, 117, 118, 109, 109, 119, 139, 139, 122, 78, 133, 126, 123, 145, 121, 134, 124, 119, 132, 133, 124, 129, 112, 126, 148, 147. അപ്പോൾ ഇങ്ങനെ ഒരു നമുക്ക് സ്റ്റെം ആൻഡ് ലീഫ് പ്ലോട്ട് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം അതിൻ്റെ ലോവസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. സോ ഹിയർ 78 is the lowest number. ഇവിടെ ഉള്ളതിലും വെച്ച് ഏറ്റവും ചെറുത് 78, ബാക്കിയെല്ലാം 100 above ആണ്. And the biggest number is 159 ആണ് ഫസ്റ്റ് റോയിൽ. And the largest number is 159. 78, 159. അപ്പോൾ നമ്മൾ എവിടെ തൊട്ട് എവിടെ വരെ, അപ്പോൾ നമ്മൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റെം ആയിട്ട് എടുക്കുക. 7 തൊട്ടിട്ട് നമ്മൾ ലീഫ് എന്ന് പറയുന്ന യൂണിറ്റ് ഡിജിറ്റിലുള്ള നമ്പേഴ്സ് മാത്രമാണ് ലീഫ്. അപ്പോൾ അത് 8ഉം 9ഉം, ബാക്കിയുള്ളത് സ്റ്റെം. 15ഉം 7ഉം ആണ് അതിൻ്റെ സ്റ്റെം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളതിനെ ഇത് ചെയ്യണം. സോ the data entries go from a low of 78 to a high of 159. You should use stem values from 7 to 15. To construct the plot, this seems to the left of a vertical line. നമ്മളത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ വരച്ചിട്ട്, for instance 155 has a stem of 15 and a leaf of 5. എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 7 to 15, 7 നമ്മുടെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഈസ് 78, 159. അപ്പോൾ നമ്മൾ 7 ആണ് സ്റ്റെം, ഇവിടുത്തെ സ്റ്റെം 115. അപ്പോൾ അവിടെ തൊട്ടുള്ള നമ്പേഴ്സ് ലെഫ്റ്റ് സൈഡിൽ എഴുതുക. 7, 8, 9, 10, 11, 12, 13, 14, 15 എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര എൻട്രീസ്, അടുത്ത ഫസ്റ്റ് എൻട്രി ഏറ്റവും 70 തൊട്ടിട്ടുള്ളത് 78 ഉണ്ട്, 7, 8 എഴുതി. പിന്നെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ 80ലും 90ലും ഒന്നും നമ്പേഴ്സ് ഇല്ല. പിന്നെയുള്ള നമ്പർ 100 ആണ്, 100 എബോവ് ആണ്. 100 എബോവിൽ ഇവിടെ നമുക്കുള്ള ലിസ്റ്റിൽ
ഇത് നോക്കുക, ഓരോന്ന് നോക്കിയിട്ട് ഇവിടെ 105 വരുന്നുണ്ട്. സോ വി ഹാവ് ടു റൈറ്റ് 10ന്റെ അവിടെ 5. അടുത്തത് നോക്കി നോക്കി പോവാം. പിന്നെ വരുന്നത് 109 വരുന്നുണ്ട്. 3 109 വരുന്നുണ്ട്. സോ ദിസ് ഈസ് 9 9 9. അത് നോക്കി നോക്കി എഴുതുക. ഇതിൽ നോക്കിയിട്ട് ഓരോരോ എൻട്രീസും നോക്കി നോക്കി എഴുതുക. പിന്നെ ഒരു 108 ഇടയിലുണ്ടായിരുന്നു, അതിങ്ങോട്ട് എവിടെ എഴുതാനുണ്ട്. സോ ദാറ്റ് ഈസ് 8. ഇവിടെ ഒരു 8 കൂടെ ഉണ്ട്, 108 ഉള്ളതുകൊണ്ട്. അപ്പം ഇത്രയും എൻട്രീസാണ് 10 വെച്ചിട്ടുള്ളത്. 108 109. ഇതിലിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഓർഡറിലാണ് എഴുതിയേക്കുന്നത്. ഓർഡറിൽ എഴുതുവാണ് ഏറ്റവും നല്ലത്. 105 108 109 109 109 3 5 8 9 9 9. പിന്നെ അതിൻ്റെ നമ്മൾ എങ്ങനെയാണ് സ്റ്റെമും ലീഫും എടുത്തതെന്നുള്ളത് ഇവിടെ ഒന്ന് എഴുതണം. അതാണ് കീ ആയിട്ട് എഴുതിയേക്കുന്നത്. 15 സ്റ്റെം 5 ലീഫ്. 155 എഴുതിയേക്കുന്നത്. അതാണ് കീ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. ഇനി ഏത് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാലും ഇതിപ്പോൾ ഇതാണ് എൻ്റെ ഗ്രാഫ്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ബാർ ഡയഗ്രാം പോലെ അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം പോലെ അങ്ങനെ ഒന്നുമില്ല. ഇതിലിങ്ങനെ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്. ഇനി ഏത് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാലും അതിൽ നിന്ന് നമ്മൾ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്നാണ് പിന്നെ എഴുതേണ്ടത്, ഇന്റർപ്രിട്ടേഷൻ. നമ്മൾ ഈ ഇതിലേക്ക് നോക്കുവാണെങ്കിൽ, ഇത്ര ഏരിയയിലേക്ക് നോക്കുവാണെങ്കിൽ, ദ മോർ നമ്പേഴ്സ് ഈസ് ബിറ്റ്വീൻ 110. ഇവിടെ ഈ രണ്ട് റോയിലാണ് ഏറ്റവും കൂടുതൽ. 11ന്റെ റോയിലും 11ൽ 3 6 10 13 നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ 4 7 10. ഇവിടെയും കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, 15 നമ്പേഴ്സ് ഉണ്ട്. 15ഉം 13ഉം, അപ്പോൾ 28 നമ്പേഴ്സ്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്പേഴ്സ്. അതാണ് അവിടെ എഴുതിയേക്കുന്നത്. ഫ്രം ദ ഡിസ്പ്ലേ യു ക്യാൻ സീ ദാറ്റ് മോർ ദാൻ 50% ഓഫ് ദ സെൽഫോൺ യൂസേഴ്സ് സെൻഡ് ബിറ്റ്വീൻ 110 and 130 text messages. Next type is dot plot. Dot plot എന്ന് വെച്ചാൽ ഡോട്ട് ആയിട്ട് തന്നെ പ്ലോട്ട് ചെയ്യണു. In a dot plot, each data entry is plotted using a point above horizontal axis. Like stem and leaf plot, a dot plot always allow to see how data are described, distributed to determine specific data entries and to identify unusual data entries. നമ്മൾ അതിൻ്റെ ഫിഗറാണ് വരയ്ക്കേണ്ടത്. ഞാനിത് ടെക്സ്റ്റ് പ്രിന്റഡിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഇതിലേക്കാണ് ഇട്ടത്. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലത്തിൻ്റെ ഡേറ്റ എൻട്രി ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 110 ഇവിടെ തൊട്ട് ഞാനിപ്പോൾ മൊത്തം വരയ്ക്കാൻ ഇതിൽ പറ്റില്ല. നമുക്കിപ്പോൾ ഇത് 105 78 ഇവിടം വരെ ഉള്ളത്, ഇവിടം വരെയാണ് ഞാനിപ്പോൾ നോക്കിയേക്കണുള്ളത്. ഈ ഒരു ഡേറ്റ വരയ്ക്കുവാണെങ്കിൽ താഴെ നമ്മൾ സ്കെയിൽ വെച്ച് ആക്സിസ് വരയ്ക്കുക, എന്നിട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ 78 വരെയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു ഇവിടെ ഒരു 70യുടെ വരച്ചു, പിന്നെ ഇതൊരു 80 ആയിട്ട് വരച്ചു, 90 സ്കെയിൽ വെച്ച് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യണേ. 100 എനിക്ക് അത്ര കൃത്യമായിട്ട് കിട്ടില്ല. 100 110. അപ്പോൾ ഇതിൽ നോക്കുവാണെങ്കിൽ ഇനി ഞാൻ റഫായിട്ടോ ചെയ്യണേ. 70 ഇതാണ് എൻ്റെ 70. സോ ദിസ് ഈസ് 70. സോ ദിസ് ഈസ് 80 90 100 110 120. ഇനി റഫായിട്ട് ഞാൻ എഴുതുവാണ് 130 140 150 160 വരെ മതി നമുക്ക്. 160 159 വരെ ഉള്ളത്. അപ്പോൾ 78-ലൊരു ഡേറ്റ ഉണ്ട്. സോ ഹിയർ വി വിൽ പുട്ട് 78-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡോട്ട്. ഇനി അടുത്തുള്ളത് 100-നും 110-നും ഇടയ്ക്ക് 105 ഒരു ഡേറ്റ ഉണ്ട്. 105 എഴുതുക. അടുത്ത് 108-ൽ ഒരു ഡേറ്റ ഉണ്ട്. ഇത് ഇത്തിരി ഇങ്ങനെ മാറി
അതിടുക. 180 ഞാൻ ഇടുമ്പോൾ നേരെ തന്നെയാണ് ഇടേണ്ടത്. 109ൻ്റെ ഡേറ്റ 3 എണ്ണം ഉണ്ട്. നമുക്ക് അതിന് മീതെ 3 എണ്ണം ഇടുക. എന്നിട്ട് തെറ്റിപ്പോവും. അങ്ങനെ എല്ലാത്തിൻ്റെയും സ്കെയിൽ വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യുക. സ്കെയിലും പെൻസിലും വെച്ചിട്ട് തന്നെ. You will get the figure like this. ഇതിലിത് മാർക്ക് ചെയ്തിട്ടുണ്ട്. 78-ന് കറസ്പോണ്ടിങ് ആയിട്ടൊന്ന്, 105-ന്, 108-ന്, 109-ന്, അടുത്തത് 112-ലാണ് പിന്നെ 3 കാണിച്ചിരിക്കുന്നത്. 113, 114 ആ ഒരു ഇച്ചിരി 112-ൽ 3, 113-ൽ 1, 114-ൽ 1, 116-ൽ 1, അങ്ങനെ ഓരോന്നിലും എഴുതുക. 108-ൽ 3 എണ്ണം കാണുന്നുണ്ട്. നോക്കി മാർക്ക് ചെയ്യുക. ഡോട്ട് മാർക്ക് ചെയ്യുക. ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡോട്ട് മാർക്ക് ചെയ്യുക. ഹൊറിസോണ്ടൽ ആക്സിസ് താഴെ വരിക. താഴെയായിട്ട് നമ്മുടെ എവിടെ തൊട്ട് എവിടെ വരെ ഉണ്ട്, 70 to 110 ആണ് ഇവിടെ ഉള്ളത്, അവിടെ വരെ ഉള്ളത് എഴുതുക. Then write, then give the plots, give the dots and plot that. നിങ്ങളുടെ അടുത്ത് സ്കെയിൽ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വരച്ചോളൂ ബുക്കിലേക്ക്. So the interpretation is, you can see that most entries cluster between 105 and 148, and the entry that occurs the most is 126. You can also see that 70. അതൊന്നും നമ്മൾ പറയണമെന്നില്ല. ഇത് നോക്കി നമുക്ക് ഫിഗറിൽ നിന്ന് കിട്ടണ എന്താണോ, നമുക്ക് ഇതിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ 126 is the most entry, and the cluster is between, അത് നമുക്ക് പറയാൻ പറ്റും, 108 and 135 between, അതിലാണ് മുഴുവൻ ഓൾമോസ്റ്റ് എല്ലാം, പിന്നെ അല്ലാണ്ട് കുറച്ചേ ഉള്ളൂ. നെക്സ്റ്റ് ഈസ് പൈ ചാർട്ട്. പൈ ചാർട്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത് അത് തന്നെയാണ്. Pie chart is a circle that is divided into sectors that represent categories. The area of each sector is proportional to the frequency of each category. Frequency വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ പൈ ചാർട്ട് വരയ്ക്കുന്നത്. ഇപ്പോൾ ഈ ഫിഗറിലാണെങ്കിൽ, എക്സാമ്പിളിലാണെങ്കിൽ, the numbers of earned degrees confirmed in 2011 are shown in the table. Use pie chart to organize the data. So this is associates 942, bachelor's degree 1716, masters 731, doctoral 164. So we have to, ആദ്യം നമ്മളിതിൻ്റെ പെർസെൻറ്റേജിലേക്ക് വരയ്ക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആംഗിൾ ഈസ്, ടോട്ടൽ സർക്കിളിൻ്റെ ആംഗിൾ 360 ഡിഗ്രി. ഓരോ പെർസെൻറ്റേജും എടുത്ത് 360 ഡിഗ്രിയുടെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കിയിട്ട് അത് ഒരു സർക്കിളായിട്ടാണ് പൈ ചാർട്ട് പ്ലോട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഫൈൻഡ് ദ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ഈച്ച് കാറ്റഗറി. ദെൻ കൺസ്ട്രക്ട് ദ പൈ ചാർട്ട് യൂസിങ് ദ സെൻട്രൽ ആംഗിൾ കറസ്പോണ്ട്സ് ടു ഈച്ച് കാറ്റഗറി. ടു ഫൈൻഡ് ദ സെൻട്രൽ ആംഗിൾ മൾട്ടിപ്ലൈ 360 ഡിഗ്രി ബൈ ദ കാറ്റഗറീസ് റിലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ ഇതിൽ എഴുതിയിരിക്കുന്നത് ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ പാർട്ടായിട്ടുള്ളത്. Earned degrees conferred in 2011, associates, bachelors, masters, doctoral. This number is the frequency f. Now we have to find the relative frequency. Relative frequency എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ frequency by total frequency into relative by total frequency. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്ന് ആഡ് ചെയ്യുക. ഇവിടുത്തെ ഉള്ളത് 942 പ്ലസ് 1716 പ്ലസ് 731 പ്ലസ് 164 3553. ഇനി 942 divided by 3553. ആ വാല്യൂ ആണ് 0.265. അങ്ങനെ ഓരോന്നിൻ്റെ അങ്ങനത്തെ റിലേറ്റീവ് ഫ്രീക്വൻസി ഇവാലുവേറ്റ് ചെയ്യുക. അടുത്തത് 1716 by 3553.
by 3553 is equal to 0.483. ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1716 divided by 3553, that is 0.483. അങ്ങനെ എല്ലാ റിലേറ്റീവ് ഫ്രീക്വൻസിയും ഇവാലുവേറ്റ് ചെയ്യുക. ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ റിലേറ്റീവ് ഫ്രീക്വൻസി. Next you have to find the angle. For that 0.265 into 360. It's 95 into 360 ചെയ്യുക. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ വേണമെങ്കിൽ ഞാൻ സ്റ്റെപ്പുകൾ നിങ്ങൾ എഴുതി വയ്ക്കുക. റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ബൈ ടോട്ടൽ ഫ്രീക്വൻസി. Angle is equal to relative frequency into 360. അപ്പോൾ നമുക്ക് 95 ഡിഗ്രി കിട്ടും. അടുത്തതിലാണെങ്കിൽ 0.483 by 0.483 into 483 ആയില്ല, 483 0.483 into 360. എന്ത് പറ്റി? 43 ആയിപ്പോയി. 0.483 into 360, 173.88. അതാണ് ഞാൻ 174 ഡിഗ്രി എഴുതിയേക്കുന്നത്. നമുക്ക് പ്രൊട്രാക്ടറിൽ അളന്നെടുക്കാൻ 174 പറ്റുള്ളൂ, അതുകൊണ്ടാണ് ആ രീതിയിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 360 ആയിരിക്കണം. ഇപ്പം ഇവിടെ കിട്ടിയിരിക്കുന്ന 95 പ്ലസ് 174 പ്ലസ് 174 95 plus 174 plus 74 plus 17. This value should be equal to 360 അങ്ങനെ ആകുമ്പോഴാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഇതിപ്പോൾ ഞാൻ എക്സൽ വെച്ചിട്ട് വരച്ചേക്കുന്നതാണ്. നിങ്ങളിത് പ്രൊട്രാക്ടർ വെച്ചിട്ട് തന്നെ ഏറ്റവും ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിൽ ഈ ആംഗിൾ മെഷർ ചെയ്ത് വരയ്ക്കുക. റഫായിട്ട് വരയ്ക്കാം. ഏറ്റവും ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ച് കഴിഞ്ഞിട്ട് ഇനി ഓരോന്നേ ഏറ്റവും ആദ്യത്തെ അതിൽ ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത്, നമുക്ക് ഇവിടെ നിന്ന് എടുക്കുമായിരിക്കും എളുപ്പം. ആംഗിൾ വരയ്ക്കുക, ഇവിടെ നിന്ന് മെഷർ ചെയ്യുക. സെൻറ്ററിൽ നിന്ന് ഏറ്റവും ആദ്യം വരേണ്ടത് ഡിഗ്രീസ്, ഫസ്റ്റ് ഡിഗ്രി ഈസ് 95 ഡിഗ്രി. ഇവിടുന്ന് 95 ആണ് നിങ്ങൾ മെഷർ ചെയ്ത് വരയ്ക്കേണ്ടത്. ഇവിടുന്ന് ഇതാണ് 0, ഇവിടെയായിരുന്നു സ്ട്രെയിറ്റ് ലൈൻ വരേണ്ടത്. ഇവിടുന്ന് 95, ഇതിൽ 85 കാണിക്കണതാണ് 95. 90 plus 5. ഇതാണ് ഫസ്റ്റ് ആംഗിൾ. 95 ഡിഗ്രി. So this is for associates. അടുത്തത് നെക്സ്റ്റ് ആംഗിൾ ഈസ് 174 ഡിഗ്രി. 174 എന്ന് പറയുമ്പോൾ ഇവിടെ വരെ എത്തുമ്പോഴേക്കും 185 ആവും. 85 പ്ലസ് 174 വരണമെങ്കിൽ 95 പ്ലസ് 174 9, so 269. ഏതാണ്ട് അങ്ങോട്ട് 1 ഡിഗ്രി കിട്ടിയാൽ മതി. നിങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കുക. ഞാൻ ഇതിൽ
ഒന്ന് മെഷർ ചെയ്ത് തന്നെ വരയ്ക്കുക. സോ ഇതാണ്. നെക്സ്റ്റ് ഈസ് എന്തായിരുന്നു 174 ഡിഗ്രിയിൽ ബാച്ചിലേഴ്സ്. സോ ദിസ് ഈസ് ബാച്ചിലേഴ്സ്. അടുത്തത് നെക്സ്റ്റ് ഈസ് 74 ഡിഗ്രി. ഇവിടെ നിന്ന് 1 ഡിഗ്രി 70. നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് 74 ആണ് വേണ്ടത്. 169 ഇവിടെ വരുമ്പോൾ 90. ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ 74 എന്ന് പറയുമ്പോൾ അടുത്ത ഡിഗ്രി ഈസ് നെക്സ്റ്റ് ഈസ് 17 ആദ്യം വരയ്ക്കാം. ഡോക്ടറൽ, മറ്റൊന്ന് മാസ്റ്റേഴ്സ്. This is doctoral. This is masters. ഓരോന്നും മെഷർ ചെയ്ത് വരയ്ക്കുക. എൻ്റെ കയ്യിൽ ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ഇത് സ്പ്രെഡ്ഷീറ്റ് വെച്ച് വരച്ചിരിക്കുന്നതാണ്. ഇത്രയും ഡേറ്റ നമ്മൾ ഇതിലിടുവാണെങ്കിൽ എവിടെയെങ്കിലും കൊടുക്കുക. സോ ഇനി ഇതെടുത്തിട്ട് if we select this one and give ചാർട്ടിൽ പോയിട്ട് പൈ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ we will get this. ഇത് വെച്ചിട്ടാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. ടെക്സ്റ്റിലിട്ടിരിക്കുന്നത്. നമ്മൾ വരയ്ക്കുമ്പോൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. സെയിം ഫിഗർ ആണ്, ആംഗിൾ മാത്രമാണ് ഇതിൽ നോക്കുക. ഏറ്റവും ആദ്യം ഫ്രീക്വൻസിയുടെ റിലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി ബൈ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 360 ചെയ്യുമ്പോൾ ആംഗിൾ കിട്ടും. ഇനി ഈ ആംഗിള് ഈ സർക്കിളിൽ നമ്മൾ എടുക്കുന്ന സർക്കിളിൽ വരയ്ക്കുക എന്നുള്ളതാണ് വേണ്ടത്. ദാറ്റ്സ് എ പൈ ചാർട്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് വരയ്ക്കാൻ, നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാൻ എളുപ്പം എടുക്കുന്നതിൻ്റെ അവിടെ പ്രൊട്രാക്ടർ വയ്ക്കുക. എവിടെയാണോ എടുക്കുന്നത്. അപ്പം ഫസ്റ്റ് ഞാൻ ചെറിയ കേട്ടോ 0 ആയിട്ട് ഇവിടെ നിന്ന് എടുത്തു. അടുത്തത് 95 മെഷർ ചെയ്തെടുക്കുക. ഇനി ഇവിടെ വേണം പ്രൊട്രാക്ടർ വയ്ക്കാനായിട്ട്. 95ൽ 180 ഇത് ഇച്ചിരി എററുണ്ട്. 18 ഇത് 174 ഇല്ല, എററില്ല. 194 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് 174. ഇവിടെ വേണം നമ്മൾ പ്രൊട്രാക്ടർ വയ്ക്കാനായിട്ട്. അടുത്ത പ്രൊട്രാക്ടർ ഇവിടെ വയ്ക്കണം. അവിടുന്ന് വേണം 74 മെഷർ ചെയ്യാനായിട്ട്. ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലി 17 ആയിക്കോളും. നെക്സ്റ്റ് ഗ്രാഫ് ഈസ് interpretation. From the pie chart you can see that almost 1/2 of the degrees conferred in 2011 was bachelor's degree. ഇവിടെ നോക്കി കഴിഞ്ഞാൽ almost half part is bachelor's degree. Next is Pareto chart. A Pareto chart is a vertical bar graph in which the height of each bar represents frequency or relative frequency. The bars are positioned in order to decreasing height with the tallest bar positioned at the left. ഇതിൽ നമ്മൾ ഹിസ്റ്റോഗ്രാം വരച്ച പോലെ തന്നെയാണ്, ഒട്ടേ ഇത് ഡിഫറൻസ് ഉള്ളൂ. നമ്മൾ ഏറ്റവും കൂടിയത് തൊട്ടിട്ട് ആണ് ഫ്രീക്വൻസിയുടെ ഏറ്റവും കൂടിയത് ലെഫ്റ്റ്, ടോളസ്റ്റ് വൺ ഈസ് ലെഫ്റ്റ്, പിന്നെ ഇങ്ങനെ ചെറുതായിട്ടുള്ളത് റൈറ്റിലേക്ക് അങ്ങനെയാണ് ഫിഗർ വരിക. സോ ദ പ്രോബ്ലം ഈസ് in a recent year the retail industry lost $34.5 billion in inventory shrinkage. Inventory shrinkage is the loss of inventory through breakage, pilferage, shoplifting and so on. The main cause of inventory shrinkage are administrative error, that is $4.2 billion, employee theft $15.1 million, shoplifting $12.3 billion, unknown $1.1 billion,
and vendor fraud 1.7 billion. Use a Pareto chart to organize the data. Which cause of inventory shrinkage should retailers address first? അപ്പോൾ നമ്മൾ ഇത് വരയ്ക്കാനായിട്ട് ഏറ്റവും ആദ്യം എക്സ് ആക്സിസിൽ ഇപ്പം ഇതിലെ വാല്യൂസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എഴുതുവാണെങ്കിൽ പറഞ്ഞിരിക്കുന്ന ദിസ് ഇസ് 4.2 administrative. Next is employee theft 15.1. Employee theft. So next is 12.3 shoplifting. Unknown 1.1. vendor fraud. ഈ 5 ഡേറ്റയാണ് നമുക്ക് പ്ലോട്ട് ചെയ്യാനുള്ളത്. എക്സ് ആക്സിസിൽ ഈ 5 കാര്യങ്ങളും വേണം വരാനായിട്ട്. നമ്മളത് മാക്സിമം വാല്യൂ ചെറുത് 1.1 തുടങ്ങി മാക്സിമം 15 വരെ പോണ്ട്. സോ നമ്മളിവിടെ വരയ്ക്കുവാണെങ്കിൽ ഏറ്റവും വലുത് വേണം ഏറ്റവും ആദ്യം വരയ്ക്കാനായിട്ട്. ആദ്യത്തേന് ഞാനിവിടെ നിന്ന് എക്സ് ആക്സിസിൽ 2, 4, 6, 8, 10, 12, 14. ഫസ്റ്റ് വൺ ഈസ് 15.1. ഞാൻ ഇവിടെ നിന്ന് തൊട്ടിട്ട് എഴുതിയിട്ട് ഇതാണ് ഏറ്റവും കൂടിയ വാല്യൂ. This is for the reason for this one is employee theft. അത് നമ്മൾ താഴെ എഴുതുക, employee theft. നെക്സ്റ്റ് ഹയർ വാല്യൂ ഈസ് നമ്മൾ ഇത് വരച്ചു, എംപ്ലോയി തെഫ്റ്റ് വരച്ചു. ഇനി അടുത്ത് ഷോപ്പ് ലിഫ്റ്റിംഗ് ആണ് സെക്കൻഡ് വൺ. ദാറ്റ് ഈസ് 12.1. അത് അടുത്ത് വരയ്ക്കുക. അത് ഇതിനോട് ചേർത്തല്ല, ഇത്തിരി മാറ്റിയിട്ട് അടുത്ത് വരയ്ക്കുക. 12 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഷോപ്പ് ലിഫ്റ്റിംഗ്. തേർഡ് വൺ ഈസ് ഇതും വരച്ചു, ഷോപ്പ് ലിഫ്റ്റിംഗും വരച്ചു. ഇനി അടുത്ത് അഡ്മിനിസ്ട്രേറ്റീവ് റീസൺ 4.2. അതാണ് ഇനി നെക്സ്റ്റ് വരയ്ക്കേണ്ടത്. This is administrative reason. അടുത്തത് 1.7 vendor fraud. നമ്മൾ ഇതും വരച്ചു, അഡ്മിനിസ്ട്രേറ്റീവ് റീസൺ വരച്ചു. ഇനി വെണ്ടർ ഫ്രോഡും അൺനോണും കൂടെ ഉള്ളൂ. സോ 1.7 ഇത് 2 ഒന്നും വേണ്ട. ദിസ് ഇസ് വെണ്ടർ ഫ്രോഡ്. അതിലും ചെറുത്. ദിസ് ഈസ് ഫോർ അൺനോൺ റീസൺസ്. That's a Pareto chart. Main cause of inventory shrinkage. ഇതിപ്പോൾ ഇതും ഞാൻ ഈ ഫിഗറും ഇതിൽ വരച്ചതാണ്. അടുത്തത് ഓരോന്ന് എഴുതുക. ഇവിടെ എല്ലാം എഴുതുക. എംപ്ലോയി theft 15.1. $12.3.
അഡ്മിനിസ്ട്രേറ്റീവ് റീസൺ മൂന്നെണ്ണം വെച്ചിട്ട് കാണിച്ചു തരാം. 4.2 4.2 ഇത് മൂന്നുമാണെങ്കിൽ നമ്മളിത് സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് ഗ്രാഫിൽ ചാർട്ടിൽ ബാർ ഡയഗ്രത്തിൻ്റെ ഇവിടെ തന്നെ കൊടുത്താൽ മതി. കോളം ഇതുപോലെ വന്നോളും. എംപ്ലോയി തെഫ്റ്റ്, ഷോപ്പ് ലിഫ്റ്റിംഗ്, അഡ്മിനിസ്ട്രേറ്റീവ്, നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതനുസരിച്ച് വരും. So we can draw this graph. എല്ലാം ബാർ ഗ്രാഫ് പോലെ മുകളിലോട്ടാണ്, റീസൺസ് താഴെ എഴുതുക. സോ ഫ്രം ദ ഫിഗർ എന്താണ് ഇതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ? ഏറ്റവും കൂടുതൽ ഷ്രിങ്കേജ്, ദ മെയിൻ കോസ് ഓഫ് ഈസ് എംപ്ലോയി തെഫ്റ്റ്. ഇന്റർപ്രിട്ടേഷൻ ഈസ് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാവും, ഇന്റർപ്രിട്ടേഷൻ എഴുതിയിട്ടില്ല. So investors should address first the employee theft reason. അതുകൊണ്ട് അതൊന്ന് എഴുതി ചേർക്കണം. ഏറ്റവും കൂടുതലുള്ളത് എംപ്ലോയി തെഫ്റ്റ് ആണ്. സോ ദിസ് ഈസ് ദ പ്രൈമറി തിങ് ദാറ്റ് ടു ബി അഡ്രസ്ഡ് ബൈ ദ ഇൻവെന്റേഴ്സ്. എംപ്ലോയി തെഫ്റ്റ്. നെക്സ്റ്റ് ഈസ് ലെക്ചർ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. സോ മറ്റതിലൊക്കെ ഇനിയുള്ളതിൽ പെയർഡ് ഡേറ്റയാണ്. അപ്പോൾ രണ്ട് ഡേറ്റേനെ വെച്ചിട്ടാണ് അത് എഴുതുന്നത്. വെൻ ഈച്ച് എൻട്രി ഇൻ വൺ ഡേറ്റ കറസ്പോണ്ട്സ് ടു വൺ എൻട്രി ഇൻ ദ ഡേറ്റ സെറ്റ്. ഇൻ എ സെക്കൻഡ് ഡേറ്റ സെറ്റ് ദ സെറ്റ്സ് ആർ കോൾഡ് പെയർഡ് ഡേറ്റ സെറ്റ്സ്. ഫോർ ഇൻസ്റ്റൻസ് എ ഡേറ്റ സെറ്റ് കൺസിസ്റ്റ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ആൻ ഐറ്റം ആൻഡ് എ സെക്കൻഡ് ഡേറ്റ സെറ്റ് contains sales amount for the item at each cost. Because each cost corresponds to a sales unit, the data sets are paired. One way to graph paired data sets is to use a scatter plot. For scatter plot, ordered pairs are graphed as points in a coordinate plane. A scattered plot is used to show the relationship between two quantitative variables. നമ്മൾ ഡോട്ട് പ്ലോട്ട് വരച്ചതുമായിട്ട് നല്ല സാമ്യമുണ്ട്. So the length of the employment and salaries of 10 employees listed. Graph the data using a scatter plot. Describe any trends. Length of employment 5, salaries $32,000, 4 $32,500, 8 $40,000, 4 $27,350, 2 $25,000, 10 $43,000, 7 $41,650, 6 $39,225, 9 $45,100, 3 $28,000. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും ആദ്യം സ്പെസിഫൈ ചെയ്യണം. സോ ലെങ്ത് ഓഫ് ദ എംപ്ലോയ്മെന്റ് ഈസ് പ്ലോട്ടഡ് ഇൻ ഹൊറിസോണ്ടൽ ആക്സിസ് ആൻഡ് സാലറി ഈസ് പ്ലോട്ടഡ് ഇൻ വെർട്ടിക്കൽ ആക്സിസ്. എന്നിട്ട് ഇപ്പോൾ ഇവിടെ പല രീതിക്കാണ് ഡേറ്റ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ടു ഉള്ളവരുടെ 25,000 ഈ ഡേറ്റ വെച്ചിട്ട് ഇങ്ങോട്ട് എക്സ് ആക്സിസിൽ ഇവിടെ ആ ഫിഗറിൽ ഞാൻ എക്സ് ആക്സിസ് വരച്ചിട്ടില്ല, നിങ്ങൾ എക്സ് ആക്സിസ് കൂടെ എഴുതണം. ഹൊറിസോണ്ടൽ ആക്സിസിൽ ലെങ്ത് ഓഫ് എംപ്ലോയ്മെന്റ്, ഇവിടെ സാലറീസ്, ഇപ്പൊ ഉള്ളത് 2 തൊട്ടിട്ടുണ്ട്. 2, 3, 4,
5 6 ഇവിടെ 7 8 അങ്ങനെ ലെങ്ത് എക്സ് ആക്സിസിൽ വരയ്ക്കുക. ഇങ്ങോട്ട് ഡോളേഴ്സ് സാലറിയുടെ ഇത് സാലറി എവിടെ തൊട്ട് എവിടെ വരെ ഉണ്ട്? നമ്മൾ 5000 നമുക്ക് 45,000 വരെ വരയ്ക്കാനുണ്ട്. നമ്മൾ ഫിഗർ 5,000 5,000 10,000 15,000 20,000 25,000 30,000 35,000 അങ്ങനെ വരയ്ക്കുക. ഇനി ഓരോന്നിനും വരയ്ക്കുക. 2 for year 2 we have 25,000. ഇവിടെ നിന്ന് 25,000 മാർക്ക് ചെയ്യാം. അടുത്തത് നമ്മൾ ഓരോ ഡോട്ടുകൾ മാത്രമാണ് അവിടെ ഇടുന്നുള്ളൂ. 3ക്ക് 28,000 25,000 ഇത്തിരി മുകളിലായിട്ട് 28,000. ഇനി 4 ആണെങ്കിൽ അതിൽ തന്നിരിക്കുന്ന ഡേറ്റയിൽ ഒരേ ഇയറുള്ള 2 പേരുടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് 2 എടുത്ത് 4ൽ 2 പേരുണ്ട്. സോ ദിസ് ഈസ് 4ൽ ഒരാൾക്ക് 27,350 മറ്റേ ആൾക്ക് 32,500. അതാണ് 2 ഡോട്ട് അവിടെ വന്നിരിക്കുന്നത് 4ൻ്റെ മീതെ. മോർ ദാൻ 1 എൻട്രി ഈസ് ദർ. പക്ഷെ മൊത്തം ഫിഗർ വരച്ചിട്ട് നോക്കുവാണെങ്കിൽ ഏതാണ്ട് ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് എംപ്ലോയിയുടെ ഇത് കൂടുന്നതനുസരിച്ച് if the experience increases or number of years of service increases or length of the employment increases, the salary is increases. പക്ഷെ അങ്ങനെ അല്ലാത്ത കേസും ഉണ്ട്. എങ്കിലും in general longer employee with longer experience will get more salary. Next is, so this is also like dot plot. Next is time series. Time series എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെഗുലർ ടൈമിൻ്റെ ഇൻ്റർവെല്ലിൽ ഉള്ള ഡേറ്റ. A data set that is composed of quantitative entries taken at regular intervals over a period of time is called a time series. For instance, the amount of precipitation measured each day for 1 month is a time series. Chemical ആയിട്ട് precipitation നമ്മളത് ചെയ്യുന്ന precipitation എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടിഞ്ഞു കൂടുന്നത് over a 1 period of time is time series. അടുത്തത് next problem, the table lists the number of cell phone subscribers and subscribers average local monthly bills for service in dollars for the years 2002 through 2012. Construct a time series chart for the number of cellular subscribers. Describe any trends. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിലിപ്പോൾ ടൈം സീരീസ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് സെൽഫോൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ മൂന്നാമത്തെ കോളത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല. 2002 number of this is 134.6, 2003 148.1, 2004 169.5, 2005 194.5. അങ്ങനെ ഓരോന്നേ ആദ്യം ഡോട്ട് ഇടുക, എന്നിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്യുക. 2002 ഇവിടെ ഉള്ളിടത്ത് ഡോട്ട് ഇടുക, അടുത്തത് ഉള്ളിടത്ത് ഡോട്ട് ഇടുക, 2014 ഇടുക. ഇവിടെയും ആക്സസ് ഞാൻ വരച്ചിട്ടില്ല, ആക്സസ് നിങ്ങൾ എഴുതി വെക്കണം. is the years and horizontal axis represents the years and let the vertical axis represents the number of subscribers. Then plot the paired data and connect with the line segments. എടുക്കുകയാണെങ്കിൽ ഇത് ഞാൻ 2 വരച്ചിട്ടുള്ളൂ, ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഈസ് years, year, number of cell phone subscribers. ഇവിടെ 2012 തൊട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ സീറോയുടെ ഇപ്പുറത്തായിട്ട് 2012 എഴുതുക.
2013, 14, 2002 ആയിരുന്നു, 12 ആയിരുന്നു, 2002 തൊട്ടിട്ട് 12 വരെ. So this is 2002, 2003, 2004, 2005, 6, 7, 8 ഇങ്ങനെ വരയ്ക്കുക. താഴെ എക്സ് ആക്സിസിൽ ഇയേഴ്സ്, അടുത്തതിൽ 134.6. അപ്പം നമ്മൾ ഒരു 100, 150 ഇതിലും എടുത്തു. 50, 100, 150, 200. So 2000, this is 132. 2003 value is 148.1. 150 മുകളിൽ 2004 169.5, അടുത്തതിൽ 194.5. ഇച്ചിരി കൂടെ വലിയ വാല്യൂ, അടുത്തതിൽ ഇച്ചിരി കൂടെ വലിയ വാല്യൂ, ഇങ്ങനെ. എന്നിട്ട് അതെല്ലാം കൂടെ ഒരു ലൈൻ സെഗ്മെന്റ് വെച്ച് ജോയിൻ ചെയ്യുക. ദിസ് ഈസ് ദ ടൈം സീരീസ് പ്ലോട്ട്. ഇത് നോക്കുവാണെങ്കിൽ ഇവിടെ ഞാൻ ഫിഗർ വരച്ചിട്ടുണ്ട്. ഇത് നോക്കുവാണെങ്കിൽ എല്ലാ ഇയറിലും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ദ കൺക്ലൂഷൻ ഈസ് the graph shows that the number of subscribers has been increasing since 2002.